വൈദികരെ, സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ശ്രീ വിഭാഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുടുംബങ്ങളെ, താലിപ്പുഴയുടെ പുത്രൻ സ്വർഗീയമായ കടലിനോട് ചേരുകയാണ്. ഈ പുഴ താന്നൊഴുകാൻ എപ്പോഴും ശ്രമിച്ചിരുന്ന പുഴയാണ്. അച്ഛൻ്റെ ജീവിതം അങ്ങനെയാണ്. വല്ലാത്തൊരു എളിമയോടെ, സൗമ്യതയോടെ, സ്വാത്വികമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴ. അത് കടലിനോട് ചേർന്നു. നമ്മൾ യാത്ര ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും സെറിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് ജീവിച്ചിരുന്ന വ്യക്തി, അദ്ദേഹമായൊക്കെ എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ ശാന്തമാക്കാനുള്ള അപൂർവ സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു വേള തന്നെ വിഷമിപ്പിക്കുന്നവരോട് പോലും വളരെ നോബിളായിട്ട് പെരുമാറും. എപ്പോഴേതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ കാമ്പ് തെളിഞ്ഞു വന്നത് ഒരു ക്രൈസിസ് സമയത്ത്, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതെങ്ങനെ പെരുമാറുന്നുള്ളതാണ്. നൊബിലിറ്റി ഓഫ് ഹാർട്ട്, അത് മാണിക്കത്തച്ഛന് സ്വന്തമാണ്. അത്ര നോബിളായിട്ട് ഏത് മനുഷ്യരോട് ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ അദ്ദേഹം ഇരുന്ന പള്ളികൾ നമുക്കറിയാം. കിഴക്കമ്പലം മുതൽ കുടവച്ചൂർ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിനിടയിലുണ്ടായ എല്ലാ ദേവാലയങ്ങളിലും അദ്ദേഹം ദൈവജനത്തെ തന്നെക്കാളും ശ്രേഷ്ഠരായി എപ്പോഴും കണക്കാക്കി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗാധമായ എളിമ അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചത്. ലിസി ഹോസ്പിറ്റലിൽ അതിൻ്റെ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചത് അദ്ദേഹമാണ്. ഡോക്ടർ റോണി സാക്ഷ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ 2 പള്ളികൾ, ചേർത്തല മുട്ടപ്പള്ളിയും വയലാർ പള്ളിയൊക്കെ ഒരുമിച്ച് പണിയാനായിട്ട് ഒരേ സമയം 2 ദേവാലയം പണിയാനുള്ള കർമ്മകുശലത, അതിൽ കർമ്മകുശലത എന്നതിനേക്കാൾ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു നൈർമല്യം അതുകൊണ്ട് ആ ഇടപെടലുകളുടെ ഒരു തരം സ്നേഹവായ്പുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ ശ്രമം. പക്ഷെ അതൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററായിട്ട് തൻ്റെ അധീനതയിലെ ഈ രൂപതയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളിൽ ഇടപെടാൻ സാധ്യതയുള്ളപ്പോഴും അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. പൗലോസ് നട്ടു അപ്പോളം നടച്ചു. ആ ഒരു മനോഭാവം ദൈവമാണ് വളർത്തിയത്. ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനാണെന്ന് അദ്ദേഹം സ്വയം തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ്. ഞാൻ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരൻ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരനായിട്ട് കടന്നു പോകുന്ന മാണിക്കത്തച്ഛന് നമുക്ക് പ്രണാമം വയ്ക്കാം. ഓക്കെയാണ്. അരമനയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ കൂടുതൽ പരിചയം. പ്രൊപ്പറേറ്ററായിരിക്കുമ്പോൾ ഒരു ചേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അദ്ദേഹം ഇന്ന് പഴയ ഇടവയിൽ നിന്ന് വരികയാണ്. വലിയ പരാതി കൊണ്ടെങ്കിലാണ്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഈ പരാതി തന്നിട്ട് പറയുകയാണ്, ഈ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പിന്നെ എന്ത് പരാതി പറയണം, അതുകൊണ്ട് ഞാൻ ഇത് തന്നില്ല, തിരിച്ച് വാങ്ങിയിട്ട് പോവുകയാണ്. ഈ അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ പരാതികൾ അരിഞ്ഞു പോകും. വെടിവെക്കാൻ വരുന്ന വ്യക്തി ഒരു പൂച്ചയെ പോലെ ശാന്തനായിട്ട് കടന്നുപോയത്. ആ ഒരു സോഫ്റ്റ്നെസ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന സോഫ്റ്റ്നെസ് ആയിരുന്നു. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയാണ് പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു പ്രൊപ്പറേറ്ററായിട്ട്, പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ? അത് ഏലി പ്രവാചകൻ സാമുവേൽ 2-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്തു. എനിക്ക് വേണ്ടി വിശ്വസ്തനായ ഒരു പുരോഹിതനെ. അതെപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത്? ഏലിയും പുത്രന്മാരും ഒക്കെ ചില പ്രശ്നങ്ങൾ ദേവാലയത്തിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോഴാണ് വിശ്വസ്തനായ ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസ്തനായ ഒരു പുരോഹിതനെയാണ്
ഒരുമിച്ച് വരുന്ന നിമിഷങ്ങളിൽ അതിനെ ശാന്തതയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൊറോണ കാലത്ത് അദ്ദേഹം ഇത് ഏറ്റെടുക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം അത്ഭുതത്തോടെയാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടത്. കാരണം ഒരു വഴിക്ക് എൻഫോഴ്സ്മെന്റ്, പോലീസ്, വാസ്, അങ്ങനെ ഇൻകം ടാക്സ് ഓരോന്നും വരുമ്പോഴും അതിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം നിന്ന നിൽപ്പ്, ഒരേ സമയം നയതന്ത്രജ്ഞത, അതേസമയം സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള കടുത്ത നിലപാട്, അതേസമയം ആർക്കും ഒന്നും പറ്റരുത്, ആരുടെയും പേര് മോശം, ആരെയും പരമാവധി വേദനിപ്പിക്കരുത് എന്നുള്ളൊരു നിലപാട് ഒരിക്കലും പോലീസിൽ അദ്ദേഹം വെച്ചിരുന്ന എനിക്ക് തോന്നുന്നു. അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഒരിക്കലും അദ്ദേഹം വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് അദ്ദേഹം ആർക്കും പറ്റരുത്. ഇത് യോജിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. വല്ലാത്തൊരു നിലപാട്, സത്യസന്ധത ഒരു വഴിക്കുള്ളപ്പോൾ മറുവഴിക്ക് നമുക്ക് അങ്ങനെ ആരെയും രക്ഷിച്ചെടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ അണിക്കുത്താണ് അച്ഛൻ, അത് അച്ഛൻ്റെ പ്രത്യേകതയാണ്, അച്ഛൻ്റെ പാകതയാണ്. ആ പാകതയിൽ അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിച്ചു. നേരത്തെ ആരെഴുതിയതുപോലെ സ്ഫടിക തുല്യമായ സുതാര്യതയോടെ അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലികൾ എല്ലായിടത്തും, ഏതടവയിലായിരുന്നു അവിടെ എല്ലായിടത്തും അദ്ദേഹം പൂർത്തിയാക്കി. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്, പക്ഷേ ഏതൊരു പുരോഹിതനും ഏറ്റവും അധികം ആവശ്യമുള്ള സ്നേഹമാണ്. സ്നേഹം മാത്രം മൂലധനമാക്കി ഇറങ്ങുന്ന ഒരു അപൂർവമായ ജോലിയാണ് ഈ പൗരോഹിത്യത്തിനുള്ളത്. അവിടെ നല്ല ഇടയനാകുക എന്നുള്ളത്, നല്ല ഇടയനാണെങ്കിൽ സ്നേഹമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്ന സ്നേഹമാണ്. അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു, കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയ രോഗം. എനിക്ക് തോന്നുന്നു മുൻകൂർ അദ്ദേഹം ഈഗനേഷനായിട്ടിരിക്കുമ്പോൾ തുടങ്ങി ഗ്യാസ്ട്രോ സംബന്ധമായ രോഗത്താൽ വല്ലാതെ വിഷമിച്ചിരുന്ന. പലപ്പോഴും ഞങ്ങളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹം ഒന്നിച്ചിട്ട് കഞ്ഞിയും അത് തന്നെ കഴിക്കാൻ കഴിയാതെ വയറൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് എല്ലാവരെയും സ്നേഹിക്കാൻ സമയമുണ്ടായിരുന്നു. ഏത് രോഗാവസ്ഥയും അദ്ദേഹത്തിന് അതിന് സമയമുണ്ട്. അദ്ദേഹത്തിന് ലളിത ജീവിതം, ഒരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ ആർക്കാണെങ്കിലും എടുക്കാം. ആ സ്കൂട്ടർ ഇപ്പം ഉണ്ടാവും, എനിക്കറിയില്ല. ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്ന സ്കൂട്ടറാണ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ. ആ സ്കൂട്ടറിൽ അദ്ദേഹം നടക്കുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങളോടുള്ളൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അത് പ്രത്യേകത നിറഞ്ഞതാണ്. ഞങ്ങളുടെ കൂടെ പോലും അദ്ദേഹം ഷട്ടിൽ കളിക്കാനൊക്കെ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹം വരും. രണ്ട് തരത്തിലെ ടേക്കാം എന്ന് പറഞ്ഞ് അതൊരു സ്പിരിറ്റാണ്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ബന്ധത്തിൽ അദ്ദേഹം ഈ കൊച്ചന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് കണ്ടത്. സ്വന്തം വീട്ടിലൊരംഗമായിട്ടാണ് കൊച്ചന്മാരെയൊക്കെ എഴുതിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ അദ്ദേഹത്തിന് എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ഈ കൊച്ചന്മാർ പിന്നാലാണ് ചെല്ലാണ്, വീട്ടിൽ ചെല്ലാണ്. അച്ഛനൊന്ന് കാണാം, അച്ഛനെ വെറുതെ ഇരിക്കുക. വയ്യാണ്ടിരിക്കുമ്പോൾ പോലും ഒന്ന് അച്ഛൻ്റെ അരികിലുണ്ട്. ജിസ് ഹോസ്പിറ്റലിൽ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പോയി കണ്ടിരുന്നു അച്ഛനെ. ഷെട്ടിക്കാരുടെ കൂടെ പോയി കണ്ടത്. വളരെ നിശ്ചലനായിട്ട് കിടക്കുന്ന അച്ഛനാണ്. പക്ഷേ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ അച്ഛനെ പോലും കാണാനും അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കുവാനൊക്കെ ഈ ചെറുപ്പക്കാരായ വൈദികർ കാണിക്കുന്ന ആ ഒരു സ്നേഹം നമ്മൾ സിവിലിന്റെ കണ്ണിൽ കുതിർന്നൊരു കുറിപ്പൊക്കെ നമ്മൾ വായിച്ചായിട്ട് ചേർത്തൽ മുഖത്തുണ്ട്. അത് ശരിക്കും അച്ഛൻ അങ്ങനെ തന്നെയാണ്. അത്രയും സ്നേഹമുണ്ട് ഇടവചനങ്ങളോടും വൈദികരോടും. അത് അനർഗളമായിട്ട് ഒഴുകിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ പുഴയുടെ തീരത്ത് അച്ഛനിൽ ഒരു ഉറവയുണ്ട്. ആ ഉറവ സ്നേഹത്തിന്റെ ഉറവയാണ്. അങ്ങനെയാണ് അച്ഛൻ ദേവാലയം ദൈവത്തിന്റെ ആലയമായിട്ട്, അത് അദ്ദേഹം പണിത ദേവാലയങ്ങൾ മാത്രമൊന്നുമല്ല, അദ്ദേഹം ദേവാലയങ്ങളൊക്കെ പണിതത്. പക്ഷെ മാർബിളിലല്ല അദ്ദേഹം പേര് കുത്തിവെച്ചത്. ഹൃദയത്തിലാണ്, മനുഷ്യരുടെ ഹൃദയത്തിൽ. അതിൽ അച്ഛൻ്റെ അടുത്തുനിന്ന് വന്ന് നിന്നാൽ മതി. എത്ര പ്രയാസം പറഞ്ഞ് അച്ഛനങ്ങനെ ശാന്തമാക്കി വിടും. സാരമില്ല,
എല്ലാം ശരിയാവും, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനങ്ങനെ പ്രാർത്ഥിക്കും. എന്തൊരു ബലാന്നറിയാം അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛൻ്റെ ആശ്രയം പണമോ അധികാരമോ ഒന്നുമല്ല. അച്ഛൻ്റെ ആശ്രയം ദൈവമായിരുന്നു. അതുകൊണ്ടാണ് നീണ്ട സമയം അച്ഛൻ ദേവാലയത്തിൽ ചെലവഴിക്കുന്നത് കണ്ടിട്ടുള്ളത്. അച്ഛൻ ദേവാലയത്തിലാണ്, ദൈവത്തിൻ്റെ ആ ആത്മാവിൻ്റെ ശക്തിയിലാണ് അച്ഛൻ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സ്വാർത്ഥതയുടെ ഒരു സ്പർശമില്ലാത്ത നിഷ്കളങ്ക സ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് സാധിച്ചു. സ്വന്തം കാര്യം നോക്കിയില്ല എന്നുള്ള സത്യം. അതിനിടയിൽ ആരോഗ്യം നോക്കിയിട്ടില്ല, സ്വന്തം കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അത് ഇടവക്കാരോട് പറഞ്ഞു, സ്വന്തം വീട്ടുകാരോട് അച്ഛന് ഭയങ്കര സ്നേഹമാണ്. അച്ഛൻ്റെ വീട്ടുകാർക്ക് അങ്ങനെയല്ല. ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വീട്ടുകാർ എനിക്കുണ്ട്, എനിക്കറിയാം. അവർ എന്തൊരു ബഹുമാനത്തോടെയാണ് ഈ വൈദികനെ കണ്ടിരുന്നത്. അത്ര താല്പര്യം അവർക്കുണ്ടായിരുന്നു. ജയക്കോടത്തച്ഛനാണ് മാണിക്യത്തച്ഛൻ മാണിക്യമാണ് എഴുതിയത്. മാണിക്യത്തച്ഛൻ ശരിക്കും മാണിക്യമാണ്. അവിടെ ഫ്ലക്സുകൾ ഉയരുന്നത് ഫുട്ബോൾ കളിക്കാരുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിലാണ് മാണിക്യത്തച്ഛനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യകതയും ദൈവികതയും കലർന്ന തങ്കപ്പെട്ടൊരു മനുഷ്യൻ. ഞാൻ ചിലപ്പോഴൊക്കെ തലമുറയിട്ട് അച്ഛനെ ചില പിശുക്കനായിട്ട് അറിയാതെ രൂപതയുടെ വലിയ കടക്കടിയിൽ നിൽക്കുമ്പോഴാണ് അച്ഛൻ അഭിപ്രായത്തിലെടുത്തത്. ആ സമയത്ത് അച്ഛൻ പിശുക്കേണ്ടിയിരുന്നു. പിശുക്കാലേ ശരിയാവും. അങ്ങനെ നന്നായിട്ട് പിടിച്ചു വെച്ച് അതിരൂപതയാണ് ഹൃദയം. ആ അതിരൂപതയെ നമ്മുടെ അതിരൂപതയെ നമ്മുടെ സ്വന്തമാണ്. അത് അച്ഛൻ്റെ ചങ്ക് കുത്തി തുറന്ന തിരുഹൃദയം കാണാൻ പറ്റും. തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ എറണാകുളത്തുമായി അതിരൂപത കാണാൻ പറ്റും. അങ്ങനെ മാനുഷികതയും ദൈവികതയും സമഞ്ജസമായി സമ്മേളിച്ച തങ്കപ്പെട്ട ഈ മനുഷ്യന് നമ്മൾ യാത്ര പറയുകയാണ്. എളിമയുടെ സൗമ്യതയോടെ സത്യസന്ധതയുടെ നട്ടലുയർത്തി സ്നേഹത്തിൻ്റെ തീർച്ചയായും നിത്യസമ്മാനത്തിൻ്റെ കടലിലേക്ക് യാത്രയാകുന്ന ഈ താന്നിപ്പുഴയിലെ പ്രിയപ്പെട്ട സ്നേഹത്തിൻ്റെ ഓർമ്മയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മാണിക്യത്തച്ഛനെ പ്രണാമം. പിതാവിന്റെ പരിശുദ്ധ